ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് നിങ്ങളോടൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് രാജുവിനെ സ്വന്താക്കണമെന്ന് ഒരു മോഹവും ഇല്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ഇക്കാര്യത്തെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. ഞാൻ അതെ, മനപ്പായസം കുടിച്ചത് മാത്രം മിച്ചം. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, എത്ര എത്ര കിനാക്കളായിരുന്നു. അല്ല, അതൊരു സിനിമാ പാട്ടല്ലേ? ഈ സിറ്റുവേഷന് ചോദിച്ചതാ, അതാ എടുത്തിട്ട് താങ്ങിയത്. എനിക്ക് എന്റെ കാര്യം ഓർത്തിട്ടല്ല, അമ്മയുടെ കാര്യം ഓർത്തിട്ടാ സങ്കടം. എന്ത് സങ്കടം? അമ്മ ഒരു കൊട്ടാരം മോഹിച്ചു പോയില്ലേ, അതിനകത്ത് മഹാറാണിയെ പോലെ വിലസാമെന്ന് സ്വപ്നവും കണ്ടതല്ലേ. അത് ശരിയാടാ. സൂര്യമംഗലംകാർക്ക് ഒത്തിരി കൊട്ടാരങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ കൃതിയൊക്കൊരു തേങ്ങാക്കൊലയില്ലെന്ന് ഞാൻ ഇപ്പോഴല്ലേ അറിഞ്ഞത്. എനിക്കിത് നേരത്തെ അറിയായിരുന്നു. അതല്ലേ രമ്യെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ അമ്മയോട് പറഞ്ഞത്. ആ ശരിയാ. അവളാണെങ്കി കൊട്ടാരം ഒന്നും തന്നില്ലെങ്കിലും കാശായിട്ടാണെങ്കിലും എന്തെങ്കിലും തരുമായിരുന്നു. ഇവള് ഇത്രയ്ക്ക് ദരിദ്രവാസിയാണെന്ന് ഞാൻ അറിഞ്ഞോ? വിഷം വാങ്ങിച്ച് തിന്നാൻ പോലും 10 കാശ് കയ്യിലില്ലാത്ത മന്ത്രിയുടെ മോള്. അമ്മേ, ഓ, ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. നിന്റെ ഐഡിയ ഒക്കെ ഭൂലോക മണ്ടത്തരോ? എന്തായാലും പറ. ഈ കുടുംബം കലക്കാൻ അമ്മയെ കഴിഞ്ഞ് ഈ ലോകത്ത് മറ്റാരും ഉള്ളൂ. ആ, അത് ശരിയാ. കലക്കാൻ ഞാൻ ഒരുമ്പെട്ട് ഇറങ്ങിയ അത് ഞാൻ കലക്കിയിരിക്കും. എങ്കിലേ രാജുവിന്റെ റതികയുടെ ദാമ്പത്യ ജീവിതം അങ്ങ് കലക്ക്. ആ റതിക എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടിക്ക്. എന്നിട്ടേ നമുക്ക് രമ്യയെ കൊണ്ട് രാജുവിനെ കെട്ടിക്കാം. നീ കെട്ടിക്കാന്ന് പറയുമ്പോ നിന്ന് തരാൻ രാജു വല്ല ആടോ പശുവോ മറ്റാണ്. അഥവാ ആ മണ്ടൻ സമ്മതിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ആ രമ്യയെ കൊണ്ട് എങ്ങനെ കെട്ടിക്കും? അവക്ക് വട്ടല്ലേടാ. രാജു കെട്ടുന്നൊരവസ്ഥ വന്നാ രമ്യയുടെ വട്ടൊക്കെ മാറുമേ. ഇപ്പൊ നിനക്ക് വട്ടുണ്ടോന്നാ എന്റെ സംശയം. എടാ, നടക്കുന്ന കാര്യം വല്ലതുണ്ടെങ്കിൽ പറയടാ. ഒരു കാര്യം നടക്കില്ല. ഈ കല്യാണ കച്ചവടം 8 നില പൊട്ടിയില്ലേ. എന്താണ് ഈനാമ്പീച്ചിയും മരപ്പട്ടിയും തമ്മിലൊരു രഹസ്യ ചർച്ച? ആരെങ്കിലും കുഴിയിൽ ചാടിക്കാനുള്ള ആലോചനയിലാണോ? അല്ല അച്ഛാ, ഈ കുഴിയിൽ വീണ് കിടക്കുന്ന കുടുംബത്തെ ഓർത്ത് ഞങ്ങള് വിഷമിക്കുകയായിരുന്നു. ഓ, അങ്ങനെ കുടുംബസ്നേഹിയായിരുന്നു അല്ലേ? ഞാൻ അറിഞ്ഞില്ല. നിങ്ങളുടെ ആത്മാർത്ഥതയിൽ ഞാൻ സംശയിച്ചു. അല്ലെങ്കിലും അച്ഛന് മരുമകനെ എന്നെ ഏത് കാര്യത്തിൽ സംശയമാണല്ലോ. ഓഹോ, വിശ്വസിക്കാൻ പറ്റിയ ഒരു മുതല്. സാധാരണ പെൺമക്കളെ കെട്ടിച്ചു വിടുമ്പോഴേ മാതാപിതാക്കളുടെ ഭാരം തീരുകയാണ് ചെയ്തത്. എനിക്ക് നേരെ മറിച്ചാണ് അനുഭവം. ഭാരം ഇരട്ടിച്ചു. മനസ്സിലായില്ല? മകളെ ഞാൻ കെട്ടിച്ചു വിട്ടതല്ലല്ലോ, ഒരു മരുമകനെ ഇങ്ങോട്ട് കെട്ടിച്ചെടുത്തതല്ലേ. അതും ഒരമ്പലം വിഴുങ്ങിയ. മിസ്റ്റർ വേണുഗോപാൽ, പുരയ്ക്ക് തീ പിടിക്കുമ്പോഴാണാടാ അച്ഛനും മോനും തമ്മിൽ ഒരു കടുപിടി. പുരയ്ക്ക് തീ പിടിച്ചെന്നോ? അതെവിടെ? അച്ഛാ, ഈ വീടാകെ പുകഞ്ഞോണ്ടിരിക്കുകയല്ലേ, അതിന് ഒരു ശാശ്വത പരിഹാരം വേണമല്ലോ, അതിനെ കുറിച്ചാണ്. ഞാനും എന്റെ ഈ സ്നേഹസ്വരൂപിണിയായ അമ്മയും കൂടി ആലോചിച്ചോണ്ടിരുന്നത്. ആണോ? ഞങ്ങളുടെ ആത്മാർത്ഥതയില്ല അച്ഛൻ വന്ന് പാഷാണം കലക്കിയത്. ഓ, എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇവിടെ എന്ത് പുകയുന്നാ നിങ്ങൾ ഈ പറയണേ? അച്ഛാ, രാജുവും കൃതികയും തമ്മിലുള്ള കല്യാണത്തോടെ ഈ കുടുംബം തകർന്നില്ലയോ? രാധമ്മ ബാധ കയറിയ ഒരു ചുടലേക്ഷിയെ പോലെ. എന്റെ മകളുടെ അമ്മായിമ്മ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വേണ്ടത്ര ബഹുമാനം ഞാൻ തന്നിട്ടുണ്ട്. എന്റെ ഒരു വാക്കുകൊണ്ട് പോലും അതില്ലാതാക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെ എന്റെ സംസ്കാരം. പെൺമക്കളെ രണ്ടുപേരെയും കെട്ടിച്ചു വിട്ടതുകൊണ്ട്
ഞാനും രാധമ്മയും രാജുവും ഋതികമോളും മാത്രമാണ് ഇപ്പൊ ഈ കുടുംബം. പ്രിയ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും ഇവിടത്തെ അതിഥികളാണ്. വിരുന്നു വന്നവർ വീടിന്റെ ഭരണം ഏറ്റെടുക്കരുത്. ഇവിടത്തെ കാര്യങ്ങളോർത്ത് തലപോയ്ക്കാൻ വേണ്ട. ഞാനൊരു കുടുംബനാഥന്. ഇഴഞ്ഞും വലിഞ്ഞൊക്കെ ആണെങ്കിലും ഇവിടം വരെ എത്തിച്ചില്ലേ. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. എനിക്കൊരൊറ്റ അപേക്ഷയുള്ളൂ, ദയവായി ഈ കുടുംബം കലക്കരുത്. അയാള് പറഞ്ഞിട്ട് പോയി കേട്ടില്ലേ? കേട്ട് ഡാ, നമ്മൾ വിരുന്നുകാരാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ കുടുംബം കലക്കണം. എന്നിട്ടേ കൊച്ചമ്മണി തിരികെ പോകൂ. അല്ലോ പിന്നെ പ്രിയജി, എന്നെ കണ്ടിട്ട് മനഃപൂർവ്വം തിരിച്ചു നടക്കാണെന്നും എനിക്ക് മനസ്സിലായി. എന്തിനാ പ്രിയജി എന്നോട് ഇത്ര ദേഷ്യം? എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. മറ്റാരോടും ഇല്ലായിരിക്കും, പക്ഷെ എന്നോട് ദേഷ്യമുണ്ട്. ഞാൻ എന്ത് തെറ്റാ പ്രിയജി നിങ്ങളോടൊക്കെ ചെയ്തത്? എന്താ മിണ്ടാത്തെ? അതിപ്പോ എനിക്ക് അമ്മയോ ചേച്ചിമാരോ ഇല്ല. എന്റെ സ്വന്തം അമ്മയെ പോലെയാ ഞാൻ രാധമ്മയെ കാണുന്ന. എന്റെ സ്വന്തം ചേച്ചിയാ പ്രിയച്ചി. എന്നിട്ടും നിങ്ങൾ എന്താ എന്നോട് ഇങ്ങനെ? ഞാൻ രാജുവിനെ സ്നേഹിച്ചു പോയത് തെറ്റാണോ പ്രിയച്ചി? രാജുവിനെ മാത്രമല്ല സ്നേഹിച്ചത്, നിങ്ങളെ എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. ഇത് എന്റെയും കൂടി വീടാണെന്നാ ഞാൻ കരുതിയത്. ആ ഒരു സന്തോഷത്തോടെ പ്രതീക്ഷയോടെയോ കല്യാണം കഴിഞ്ഞ് രാജുവിനൊപ്പം ഇവിടെ വന്നത്. പക്ഷെ എനിക്ക് നിങ്ങളോടൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് രാജുവിനെ സ്വന്താക്കണമെന്ന് ഒരു മോഹവും ഇല്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ഇക്കാര്യത്തെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. ഞാൻ എന്താടി നിനക്കോട് ജോലി? കൊണ്ടവരോടൊക്കെ വർത്താനം പറഞ്ഞ് സമയം കളയാതെ എന്തെങ്കിലും ജോലി നോക്കടി. ചെല്ലടി. അവളുടെ ഒരു ലോഹ്യം പറച്ചില്.